ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ കാണാം പല്ലുകൾ അവിടെ സ്കാൻഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇതെന്ന് പറഞ്ഞാല് നമുക്ക് സൂചി ഇല്ലാതെ മരവിപ്പിക്കാം. സൂചി ഇല്ലാതെ മരവിപ്പിക്കാം. സൂചി വേണ്ട വേണ്ട വേണ്ട. വേദന എടുക്കുമോ? ഇല്ല ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ആണല്ലേ? സൂചി എന്നുള്ള പേടിയില്ല, വേദനയില്ല, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഡെന്റൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അതിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയെ കുറിച്ചാണ് നമ്മുടെ ആൾക്കാരൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് നിയാസ് ഡോക്ടർ നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിലാണ് നിയാസ് ഡോക്ടറുടെ ഈ ഒരു ക്ലിനിക്ക് ഉള്ളത്. ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര ക്ലിനിക്കുകളാണ് നമുക്കുള്ളത്? നമുക്ക് 5 ബ്രാഞ്ചസ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ബ്രാഞ്ച് ചുള്ളിക്കലാണ്, ഫോർട്ട് കൊച്ചി. 2014 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനെന്താ പ്രത്യേകത? അത് ഇന്ത്യയിലെ ആദ്യത്തെ ഡെന്റോഫേഷ്യൽ ഓർത്തോപെഡിക് ക്ലിനിക്കാണ്. കുട്ടികളുടെ മുഖ അസ്ഥികളുടെ വളർച്ചാ വ്യത്യാസം, ചിരിക്കുമ്പോൾ മോണ കാണുന്ന പ്രശ്നം, ഇങ്ങനെ മുഖവുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളെയൊക്കെ വളർച്ചാ ഘട്ടത്തിൽ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിനായിട്ട് മാത്രമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനത്തെ ഒരുപാട് പേഷ്യൻസിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ചില ഫോട്ടോസ് കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവല്ലോ ഇയാൾ ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്തെ എവിടെയുള്ളത്? രണ്ടാമത്തത് പള്ളുരുത്തിയിലാണ്. മൂന്നാമത്തതും പള്ളുരുത്തി തന്നെയാണ്. പിന്നെ എടപ്പാൾ മലപ്പുറത്തുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് എറണാകുളത്തുള്ള. അപ്പൊ നമുക്ക് ഡോക്ടറെ, നമുക്ക് എന്തായാലും നമ്മുടെ ആളുകൾക്ക് ഇതിന്റെ ചികിത്സാ രീതികളും അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. നമ്മള് ഡോക്ടറുടെ പ്രൊസീജിയർ റൂമിലാണ് ഉള്ളത്. ഒന്നുകൂടെ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പേഷ്യന്റ് ഇവിടെ ടിൻഡു മാഡം നമുക്കായിട്ട് ഡെമോ ഉണ്ട്. ഒരു പേഷ്യന്റ് അറിയേണ്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നു. ഡോക്ടർ, പിന്നെ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പല്ല് പറിക്കാൻ വരുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കും അല്ലെ? ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇവിടെ മരവിപ്പിച്ചിട്ടല്ലേ? പക്ഷെ ഇപ്പൊ ഡോക്ടറെ അടുത്ത് ആ ഒരു ടെക്നോളജിയും കഴിഞ്ഞു, വേറൊരു സാധനമാണുള്ളത് അല്ലെ? ഇതെന്താ ഡോക്ടർ? ഇതെന്ന് പറഞ്ഞാല് നമുക്ക് സൂചി ഇല്ലാതെ മരവിപ്പിക്കാം. സൂചി ഇല്ലാതെ മരവിപ്പിക്കാം. സൂചി വേണ്ട വേണ്ട. അപ്പൊ അതെന്താ അതിന്റെ പ്രത്യേകത? അതെങ്ങനെയാന്ന് വെച്ചാല് ഇതൊരു ഗൺ മോഡലാണ്. നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ട സൊല്യൂഷൻ നടക്കും. വളരെ ഹൈ പ്രഷറിൽ ഇത് എവിടെയാണോ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് അവിടെ വെച്ച് ഇത് ഗൺ ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സൂചി ഉണ്ടെന്നുള്ള പേടി വേണ്ട. സൂചിയില്ല. പക്ഷെ എന്നാൽ ഇഞ്ചക്ഷൻ്റെതായിട്ടുള്ള ആ ഒരു എഫക്ട് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. വേദന എടുക്കുമോ? ഇല്ല ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ആണല്ലേ? സൂചി എന്നുള്ള പേടിയില്ല, വേദനയില്ല, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നമ്മളിപ്പോ ടിൻഡു മാഡത്തിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തു, ഒരു പല്ലൊക്കെ എടുത്തു. ടിൻഡു മാഡത്തിന് നമ്മള് പല്ല് വെക്കാനായിട്ട് പോവാണല്ലോ. സാധാരണഗതിയിലെ ഈ പല്ല് വെക്കുന്ന ഇപ്പൊ എടുത്ത പല്ലിന്റെ ഒരു മെഷർമെന്റ് എടുക്കണമല്ലോ. നോർമലി പണ്ട് ചെയ്ത് വെച്ചൊരു ക്രീം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വായിൽ കൊടുത്തു, അതിൽ നിന്നൊരു സ്കെൽട്ടൻ ക്രിയേറ്റ് ആയിട്ട് വന്ന രീതിയിലാണ്. പക്ഷെ സ്കാനർ വന്നിട്ടുണ്ടല്ലോ ആക്ച്വലി അല്ലെ? എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? അത് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തല്ലേ ആക്ച്വലി? എന്താ അതിന്റെ പ്രത്യേകത? അതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിയും. മാനുവൽ ആയിരുന്നു. ഒരു കൊഴുത്ത ഒരു ആർജിനേറ്റ് എന്നാണ് അതിന്റെ പേര്. അത് വായിൽ വെച്ച് അളവെടുക്കുന്നു, അത് ലാബിലേക്ക് വിടുന്നു, മാനുവലായിട്ട് പല്ലുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു രീതിയായിരുന്നു. നേരെ ഡിജിറ്റലൈസ് ആയി. ഈ സ്കാൻ ചെയ്യുന്നു, ഈ സ്കാൻ ഫയൽ അയച്ചു കൊടുക്കുന്നു, ഈ ഫയൽ വെച്ച് അവരൊരു 3D പ്രിന്റ് ചെയ്യുന്നു, ഇതിനകത്ത് പല്ലുകൾ ഉണ്ടാക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പണ്ടെന്ന് പറഞ്ഞാൽ ഇത് വായിലിടുമ്പോഴത്തേനും ആൾക്കാർ ഉമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലേ? ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ടിൻഡു മാഡത്തിന്റെ ഒരു പല്ലിന്റെ ഒരു മെഷർമെന്റ്, ടിൻഡു മാഡിന്റെ പറഞ്ഞൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ്. ഇതാണോ ഡോക്ടർ സ്കാനർ? ഇതാണ് സ്കാനർ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ശരി. ഇതെങ്ങനെയാണ് വർക്ക് ആകുന്നത്? അല്ല, ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്കൊന്ന് കാണാം. യെസ്. ഇപ്പൊ നമുക്ക് ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ കാണാം പല്ലുകൾ അവിടെ സ്കാൻഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. എവിടെയൊക്കെയാണ് ഒരു പ്രശ്നം എന്നുള്ളതും അല്ലെ? ഇപ്പൊ പല്ലെടുത്തായിരുന്നെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടാനേ. പല്ലെടുത്തതിൻ്റെതായിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഇയാൾ ആക്ച്വലി ഇപ്പൊ അലൈനേഴ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അലൈനർ ഉപയോഗിക്കാനായിട്ടാണ് അവിടെ പല്ലെടുത്തത്. ഓക്കെ. ഡോക്ടർ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്താ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇംപ്രഷനാണ് കിട്ടുക. ഇംപ്രഷൻ കിട്ടും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ ഫുൾ അതിന്റെ ഒരു 3D വിഷ്വൽ നമുക്ക് കിട്ടും. 3D ആയിട്ട് കിട്ടും.
കുറച്ചൊരു ആക്യുറസിക്ക് ഒരു പോസിബിലിറ്റീസ് ഉണ്ടോ? അതെ, ആക്യുറസിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ പോലും ഇത് വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുക്കും എന്നുള്ളതാണ്. ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും, പിന്നെ ഇത് സേവ് ചെയ്തിടാൻ പറ്റും. എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിത് തിരിച്ച് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉള്ളത്. ഒരു സ്കാൻ റിപ്പോർട്ട് പോലെ. അതെ അതെ. ഓക്കെ. ഇപ്പൊ സപ്പോസ് പണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടിൻറ്റു മാഡത്തിന്റെ ഒരു പല്ലെടുക്കണമെങ്കിൽ നമുക്ക് ഈ പേഷ്യൻസിന് ഇപ്പൊ ഒരു അനസ്തേഷ്യ പോലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ഉണ്ടോ? ആക്ച്വലി അത് കൂടുതലായിട്ടും പേടിയുള്ള ആളുകൾ. എനിക്ക് പേടിയാണ്. എല്ലാം മിക്കവാറും ഒരു 75% ആൾക്കാർക്കും വളരെ പേടിയാണ് ഈ ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ. ക്ലിനിക്കിലേക്ക് വരുമ്പോൾ തന്നെ നെഞ്ചിടിച്ചു കൊടുക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവർക്ക് ആ സ്ട്രെസ് കുറക്കാനായിട്ട് നമുക്ക് ആ ഒരു നെഞ്ചിടിപ്പാണെങ്കിലും ആ പേടിയാണെങ്കിലും ഇതെല്ലാം കുറച്ചെടുക്കാനായിട്ടുള്ള മെത്തേഡാണ് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയും. ഇപ്പൊ സാധാരണ നമ്മൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആള് കംപ്ലീറ്റ് ആയിട്ട് ബോധം കെടുത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറക്കി കീഴ്പോട്ട് മരവിപ്പിച്ച് ചെയ്യുന്നു. അങ്ങനെയല്ല, ഇത് ബോധത്തോടെ ഇരിക്കുകയും എന്ന ചെറിയൊരു മന്ദത ആൾക്കാർക്ക് അതെ ഉണ്ടാവും. അതുവഴി അവരുടെ പേടി ഇല്ലാതാകുന്നു, കുറച്ചൊന്ന് റിലാക്സേഷൻ വരുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് അനസ്തേഷ്യ എന്ന വിഭാഗം നമുക്ക് പെടുത്താൻ പറ്റില്ല. ആക്ച്വലി അനസ്തേഷ്യ പൂർണ്ണമായിട്ടുള്ള അനസ്തേഷ്യയിൽ പെടില്ല, പക്ഷെ ഒരു സെഡേഷൻ, ഒരു മന്ദത, ചെറിയൊരു നമുക്ക് വേദന അറിയാതിരിക്കുക, കുറച്ചുകൂടി റിലാക്സ് ആയിട്ടിരിക്കുക, ആ കുറെ അഡ്വാൻറ്റേജ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ടിൻറ്റു മാഡത്തിന് ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ടിൻറ്റു മാഡം ബാക്ക് ടു നോർമലിലേക്ക് വരുന്നത്? ബാക്ക് ടു നോർമൽ ഇതിപ്പോ നമ്മളിപ്പോ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചാണ് ആളെ നമ്മൾ സെഡേറ്റ് ചെയ്യുന്നത്. ഇത് കൊടുത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ തന്നെ ആളൊന്ന് സെഡേറ്റഡ് ആവും. അതിനുശേഷം പിന്നെ നമ്മൾ പ്രൊസീജിയർ ചെയ്യും. പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ഇത് മാറ്റി പകരം ഓക്സിജൻ കുറച്ച് നേരം കൊടുക്കും. ഒരു 15 മിനിറ്റ് കൂടെ ഏകദേശം ഓക്സിജൻ സപ്ലൈ ചെയ്യും. അതിനുശേഷം ആൾക്ക് എണീക്കാം. അത്രേ ഉള്ളൂ. അതെ. ഇപ്പൊ നോർമലി ഒരുപക്ഷെ നമ്മുടെ ആളുകളൊക്കെ ഈ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ പലപ്പോഴും ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൽ ഇവിടെ ഒരു മൈക്രോസ്കോപ്പ് കാണാൻ പറ്റില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഈ മൈക്രോസ്കോപ്പിന്റെ ഒരു ഫംഗ്ഷൻ, എന്താ കാര്യങ്ങൾ? ആക്ച്വലി മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, എല്ലാ പ്രൊസീജിയറും ഉപയോഗിക്കാം, കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് റൂട്ട് കനാൽ ചെയ്യാനായിട്ടാണ്. റൂട്ട് കനാൽ എന്തായിരിക്കും അത് ഉപയോഗിക്കുന്ന പ്രത്യേകത എന്താണ്? ഇപ്പൊ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ പല്ലിന്റെ അകത്തുള്ള റൂട്ട്, ഈ റൂട്ടിന്റെ അകത്തൊരു കനാലുണ്ട്. ഈ കനാലില് ഇൻഫെക്ഷൻ വന്നിട്ടാണ് നമുക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ കനാലിന്റെ അകത്തുള്ള പൾപ്പ് ടിഷ്യൂ എടുത്ത് മാറ്റി അത് ക്ലീൻ ചെയ്ത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് റൂട്ട് കനാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, അതാണ് പ്രൊസീജിയർ. പക്ഷെ ചില ആളുകളിൽ ഈ റൂട്ട് കനാൽ എന്ന് പറഞ്ഞ ഈ കനാല് ചിലപ്പോൾ കുറെ ബ്രാഞ്ചസ് ഉണ്ടാവും, ഓവർ കർവ്ഡ് ആയിരിക്കും. ഇതെല്ലാം റൂട്ട് കനാൽ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നേരിൽ കണ്ട് മനസ്സിലാക്കി അതിന്റെ പ്രതിവിധികൾ എടുത്ത് അത് സക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധ്യമാണ്. അതിനാണോ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? അതെ, അതിനായിട്ടാണ് ഈ മൈക്രോസ്കോപ്പ്. അപ്പൊ കുറച്ചുകൂടെ ഒരു ഡോക്ടർക്ക് കുറച്ചുകൂടെ ആക്യുറസി ഉണ്ടാവും അല്ലേ? ആക്യുറസി ഉണ്ടാവും. കൂടുതൽ പ്രശ്നങ്ങൾ അകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി അഥവാ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് ഒടിഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവാറുണ്ട്, ഒരുപാട് കർവ്ഡ് റൂട്ടൊക്കെ ആണെങ്കിൽ. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഇൻസ്ട്രുമെന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി മാഡം ഇവിടെ കിടക്കുമ്പോഴാണെങ്കിൽ മേളില് ടി വി കാണാൻ പറ്റും അല്ലേ? വേറെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഡോക്ടർ ചെയ്യുന്നത് ഒരു ഡെമോയാണ് അല്ലേ? അപ്പൊ ഇതാകുമ്പോ ഒന്നുകൂടെ ഒരു കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലായിരിക്കും അത് ഷൂട്ട് ചെയ്യണം അല്ലേ? ഈ മൈക്രോസ്കോപ്പ് വന്നതോടുകൂടി അതിനൊരു കൂടുതൽ നമുക്ക് ആ വിസിബിലിറ്റി കിട്ടും എന്നുള്ളതാണ്. നോർമലി ഉള്ളത് ഇപ്പൊ ഞാൻ മറ്റ് സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ല. ഈ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് സാധാരണ ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടർ ഒപ്പീനിയനിൽ? അല്ല, ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു രീതിയാണത്. കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടും ഇനി അഥവാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടും ആണ് കൂടുതലായിട്ടും മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത്. അത് പൊതുവെ കുറവാണത്. ഡോക്ടർ സാധാരണഗതിയിലെ ഇപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിവൈസുകളും നോർമലി നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് അതിൽ നിന്ന് എന്താണ് ഇതിനൊരു വ്യത്യസ്തത എന്താണ്? ആക്ച്വലി റൂട്ട് കനാൽ ക്ലീൻ ചെയ്ത സാധനമല്ലേ? അതെ, ഇത് പല്ല് അടയ്ക്കാനായിട്ട് പല്ല് ഡ്രിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് രണ്ടു തരമുണ്ട്. ഇതെന്ന് പറയുന്നത് എയറിൽ വർക്ക് ചെയ്യുന്നതാണ്. എയറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് സൗണ്ട് കൂടുതലാണ്,
കട്ടിങ് എഫിഷ്യൻസി ഇതിനപേക്ഷിച്ച് ഇത് ഇലക്ട്രിക് എയറോട്ടർ എന്ന് പറയും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് വളരെ പെട്ടെന്ന് പല്ലുകൾ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രിൽ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. കൂടാതെ സൗണ്ട് കുറവാണ്. മിക്കവാറും പേഷ്യൻസിന് ഇതിന്റെ സൗണ്ട് കേൾക്കുന്നതന്നെ ഭയങ്കര പേടിയാണ്. അതെ, ഈ സൗണ്ട് കേട്ടാൽ തന്നെ നെഞ്ചിടിക്കും ആൾക്കാരുടെ. ആ സൗണ്ട് തന്നെ ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി കംഫർട്ട്, കുറച്ചുകൂടി സമയം കുറവ് മതി ഈ ഒരു ടൈപ്പ് ഇലക്ട്രിക് എയറോട്ടർ വെച്ച് നമ്മൾ പല്ലുകൾ പ്രിപ്പയർ ചെയ്യും. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? എന്താ ഇതെന്ന് പറയുന്നത് എയർ പോളിഷിംഗ് എന്ന് പറയും. എയർ പോളിഷിംഗ്. എയർ പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അൾട്രാസോണിക് വൈബ്രേഷൻ ഉപയോഗിച്ചുള്ള മെഷീൻസ് ആണ്. ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിന് ഭയങ്കരമായിട്ടുള്ള പുളിപ്പ് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം ഇത് ചെയ്ത് കഴിയുമ്പോൾ. സാധാരണഗതിയിൽ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോൾ. പക്ഷേ ഈ എയർ പോളിഷിംഗ് വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു പുളിപ്പ് തീരെ ഫീൽ ചെയ്യില്ല. അപ്പൊ ഇത് പൗഡർ ബേസ്ഡ് ആണോ? അതെ, ഇത് പൗഡർ ബേസ്ഡ് ആണ്. പേഷ്യന്റിന് കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടാവും. കംഫർട്ട് കൂടുതലാണ്. ഈ സാൻഡ് ബ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന അതേ ഒരു മെക്കാനിസം തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതാണ് ഈ കാണുന്നത് അല്ലേ? അതെ അതെ. നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഇതൊരു എക്യുപ്മെന്റ്സ് കാണാനിടെ. ഇതെന്താ ഡോക്ടർ ആക്ച്വലി? ഇതെന്ന് പറയുന്നത് പീസോ സർജിക്കൽ യൂണിറ്റ് എന്ന് പറയും. ഇത് കൂടുതലായിട്ടും ഇവിടെ ഞങ്ങളിത് ഉപയോഗിക്കുന്നത് വിസ്ഡം ടൂത്ത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ടാണ്. താടിന്റെ ഏറ്റവും അറ്റത്ത് വരുന്ന പല്ലുണ്ടല്ലോ, മോണയിൽ കുടുങ്ങുന്ന ചില പല്ലുകളുണ്ട്, പുറത്തേക്ക് വരാൻ കഴിയാതെ. അങ്ങനെയുള്ള പല്ലുകൾ തൊട്ടടുത്തുള്ള പല്ലുകളിൽ പ്രശ്നം ഉണ്ടാക്കാം, ആ മോണയുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് റിമൂവ് ചെയ്യുന്നത്, പല്ലിനെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ പേഷ്യന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? സാധാരണഗതിയിൽ മൈക്രോമോട്ടർ എന്ന് പറയുന്ന ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിച്ചാണ് പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് കട്ട് ചെയ്ത് മാറ്റി പല്ല് പുറത്തേക്ക് എടുക്കുക. അതെന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ് ആണ്. ഡ്രില്ല് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു വൈബ്രേഷൻ ആണ്. ഈ വൈബ്രേഷൻ ഉപയോഗിച്ച് എല്ലിനെ പതിയെ എടുത്ത് മാറ്റി, ബ്ലഡ് കുറവായിരിക്കും, അതുകൂടാതെ പേഷ്യന്റിന് കംഫർട്ട് കൂടുതലായിരിക്കും. അങ്ങനെ ആ പല്ലിനെ റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. നമ്മളിപ്പോ കുറച്ചു നേരത്തെ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണതും അതിന്റെ ടെക്നോളജി ഒക്കെ കണ്ടു. എന്താണ് നമ്മുടെ ഒരു പ്രത്യേകത? ഇന്റലൈൻ ഉദ്ദേശിക്കുന്നത് ഇന്റലിജന്റ് അലൈനേഴ്സ് എന്നാണ്. അലൈനർ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ഇത് ബ്രേസസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്, മെത്തേഡാണത്. നമ്മുടെ ആളുകൾക്കൊന്ന് കാണാനായിട്ടേ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം എന്താണ് ഈ കാണുന്നതാണ്. യെസ്, ഇതെന്ന് പറഞ്ഞാൽ ബ്രേസസിന് പകരമായിട്ട് നമ്മൾ പല്ല് ക്രമീകരിക്കാനായിട്ട്, തെറ്റിയ പല്ലുകൾ കറക്റ്റ് ചെയ്യാൻ, സ്പേസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ബ്രേസസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പല്ല് ക്ലിപ്പിടുന്ന എന്തിനൊക്കെയാണോ അതിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പുതിയൊരു ടെക്നോളജിയാണ് അലൈനർ. അപ്പൊ എന്തായാലും ഡോക്ടറെ, നമുക്ക് അടുത്തൊരു വീഡിയോയില് ഇത് ചെയ്യുന്നതിന്റെ ഗുണങ്ങളും എപ്പോഴാണ് ഇത് ചെയ്യുന്നത്, ഇത് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഡെഫിനറ്റ്ലി ഞാനും ഡോക്ടറിന്റെ ഇന്ററാക്ഷൻ വരുന്നുണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താലും കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇങ്ങോട്ട് വന്നതിൽ സന്തോഷം, എല്ലാവിധ ആശംസകളും. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയി കാണാൻ പറ്റിയത് വളരെ സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ അലൈനറെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്.